ഇത് ആഘോഷത്തിന്റെ തിരയിളക്കം. ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ഏതൊരു അണക്കെട്ടാണെങ്കിലും കുറെ നേരം കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തുറന്നു വിട്ടാൽ പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും അതിൽ നിന്ന് വെള്ളം കുത്തിച്ചൊഴുക, കുത്തി ഒലിച്ചൊഴുക. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മൾ. അങ്ങനെ കുത്തി ഒലിച്ചു വരുന്ന ഒരു വലിയ പ്രവാഹമാണ് റോക്ക് ആൻഡ് റോളിലെ 2 ടീമുകളും. അതെ, ഇതിനെ തടഞ്ഞു നിർത്താനാവില്ല. അപ്പൊ ഓരോ ടീമുകളെയും സ്വാഗതം ചെയ്യാം. എനർജിയോടുകൂടി, പൂർവാധികം എനർജിയോടുകൂടി ഓരോ ടീമുകളും എത്തുന്നു. ആദ്യം സ്വാഗതം ചെയ്യുന്നു ടീം ദേവാസുരം. റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് ദ്രുത താളത്തിലും അവതാളത്തിലും വന്ന ടീം ദേവാസുരത്തിന് ഒരു ഉഗ്രം കൈയടി നിങ്ങൾ തന്നെ കൊടുത്തോ, വേറെ ആരും കൊടുക്കാനില്ല ഇവിടെ. അടുത്ത ടീമിനെ വിളിക്കാനുള്ള സമയമായിട്ട് വേഗം സീറ്റിലേക്ക് പോയേ 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 അങ്ങോട്ട്. ഇനി മറ്റവർ ഏത് താളത്തിലാണ് വരുന്നതെന്നോ? എന്തെങ്കിലും ഒരു താളവട്ടം എന്തായാലും ഉണ്ടാവും ബൈക്കിനൊക്കെ ഉള്ള സ്ഥിതിക്ക്. അത് ഏത് താളത്തിലാണെന്നുള്ളത് കാത്തിരുന്ന് കാണുക. വരുന്നു റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് ഇനി ടീം മധുര രാജ. പത്ത് പേരാണ് വന്നെങ്കിൽ 10 താളത്തിൽ വിലക്ഷണ താളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ ഇതിലെ തലയായിട്ടുള്ള ആളില്ലേ, നമ്മുടെ ടീം ലീഡറില്ലേ, അദ്ദേഹം തല സ്റ്റൈലിലാ വന്നിരിക്കുന്നത്. സംഭവം കൊള്ളാലോ, കളറായിട്ടുണ്ടല്ലോ. കൂളിംഗ് ഗ്ലാസ്, സോൾട്ട് ആൻഡ് പെപ്പറും താടിയും സോൾട്ട് ആൻഡ് പെപ്പർ ആക്കി. അല്ല, ഇങ്ങനെയുള്ള ഈ വേദിയിൽ മാത്രമേ ഇങ്ങനത്തെ വേഷപ്പകർച്ച എല്ലാരും കണ്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം നമ്മളെ വേഷപ്പകർച്ചയിൽ വരാൻ നിൽക്കുകയാണ്. സംഭവം എന്നറിയോ, അതായത് കേരളത്തിലെമ്പാടുമുള്ള സംവിധായകർക്ക് വേണ്ടിയിട്ട് ബൈച്ചേട്ടൻ അവതരിപ്പിക്കുന്ന വിവിധ അവതാരങ്ങൾ, ദശാവതാരം വരെ നമ്മൾ കണ്ടിട്ടുള്ളൂ കമലഹാസന്റെ. പക്ഷേ ഉണ്ടല്ലോ, ബൈച്ചേട്ടൻ അതൊക്കെ മീതിയാണ്. ഓരോ എപ്പിസോഡിലും പുതിയ പുതിയ വേഷപ്പകർച്ചകളുമായിട്ടാണ് വരുന്നത്. ഈ പകർച്ചയൊക്കെ വന്നിട്ട് വല്ല പകർച്ചവ്യാധി വരുമെന്ന് അഭിപ്രായമാണ്. നമുക്ക് എന്തായാലും കാര്യങ്ങൾ ഓരോന്നോരോന്നാക്കിയിട്ട് ചോദിക്കാം. ഒരുപാട് നേരം നിങ്ങൾ ഇവിടെ നിർത്താൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നൊരു പ്രധാനപ്പെട്ട കക്ഷി നമ്മുടെ റോക്ക് ആൻഡ് റോളിന്റെ ഫ്ലോറിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവരെ നമുക്ക് വെൽക്കം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് സ്ഥിരം കാണുന്ന ഇവര് നമ്മുടെ സീറ്റിലേക്ക് പോയിരുന്നു. അതെ, നമ്മുടെ ടീം 2 റെഡി ആയിട്ടുണ്ട്. ഇനി ഗസ്റ്റ് ആണ്. നായികയാണോ? ഈ നായികയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു, കണ്ണട വെച്ച് ഈ നായികയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നായിക ചെയ്തിട്ടുള്ള വേഷങ്ങളെല്ലാം വ്യത്യസ്തമായ വേഷങ്ങളാണ്. വ്യത്യസ്തമായ വേഷങ്ങൾ എന്നുള്ളത് മാത്രമല്ല, പറഞ്ഞിരിക്കുന്ന ഡയലോഗുകളെല്ലാം കേരളക്കാരെ പിന്നീട് അങ്ങോട്ട് ഏറ്റെടുത്ത് ആഘോഷിച്ച് പഴഞ്ചൊല്ല് പോലെ പറഞ്ഞുകൊണ്ട് നടന്ന ഡയലോഗുകളാണ്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഒരുപാട് ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട. കാരണം ഇതെന്ന് പറയുന്നത് മലയാള സിനിമയുടെ സ്ത്രീയാണ്, നമ്മുടെ സ്വന്തം അനുശ്രീ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു.
ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുകയായിരുന്നു. നമ്മുടെ കലാകാരന്മാരാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടി വീട്ടിലിരുന്ന ആൾക്കാര്. അനുശ്രീക്ക് എങ്ങനെയായിരുന്നു കൊറോണ കാലം? ഇപ്പൊ എങ്ങനെയുണ്ട് അതിന്റെ അതിജീവനം? ഇല്ലില്ല, ആദ്യത്തെ 2-3 മാസം ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മള് സ്ഥിരം വീട്ടില് എല്ലാവരും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ആങ്ങളെയൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് ആദ്യത്തെ കുറെ നാള് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പതുക്കെ കൂടി വന്നപ്പോ വീട്ടിൽ നിന്ന് എന്ന് നിൽക്കുമ്പോ അവർക്കൊരു വിലയില്ലെന്നൊക്കെ തോന്നാൻ തുടങ്ങി. പിന്നെ കുഴപ്പമില്ല, രസമായിരുന്നു ഈ പറയുന്ന പോലെ. പിന്നെ കുറെ യൂട്യൂബിലൊക്കെ കണ്ട് കുറെ കുക്കിങ്ങും സാധനങ്ങളും ഒക്കെ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു വീണ്ടും ഒന്ന് ട്രാക്കിലോട്ട് വീഴാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും സെക്കൻഡ് വേവിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ മുന്നോട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഞാനൊരു പോകുമായിരിക്കും. കാര്യം പറയട്ടെ, ഇത് ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും, അതിപ്പോ ലൈറ്റ് ബോയ് ആണെങ്കിലും ശരി, സെലിബ്രിറ്റി ആണെങ്കിലും ശരി, ക്യാമറമാൻ ആണെങ്കിലും ശരി, സിനിമയ്ക്ക് പുറത്തുള്ള ഏത് മേഖലയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ശരി, എല്ലാവർക്കും ലോക്ക്ഡൌൺ ഒരേപോലെയായിരുന്നു. ആദ്യത്തെ 2 മാസം അടിപൊളി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോസ്റ്റോട് പോസ്റ്റ്. അതെ, ഇവിടെ ഇപ്പൊ ദേവാസുരം ടീമുണ്ട്, മധുരരാജ ടീമുണ്ട്. ശരിക്കും ഭയങ്കര ക്ലീശ ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും ഏത് ടീമിനോടായിരിക്കും കൂടുതൽ ആഭിമുഖ്യം? അങ്ങനെ ചോദിക്കാലോ. രണ്ട് ടീമിനോട്. അത് വരുന്ന ഒരു ആർട്ടിസ്റ്റിനോട്, ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആർട്ടിസ്റ്റിനോട് മമ്മൂക്കയാണോ ലാലേട്ടനാണോ ഇഷ്ടം എന്ന് ചോദിച്ചു 2 പേരോട് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എനിക്കൊരു ആഗ്രഹമുണ്ട്, അതിനൊരു ഉത്തരം പറയുന്ന ഒരാളെ മലയാളത്തിൽ നിന്ന് കാണണം. അതെ, അപ്പൊ നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ്. അതെ, വലിയ പാടാ. ഇല്ല, രണ്ടുപേരും അത്രയും വലിയ ആൾക്കാരല്ലേ. നമ്മൾ എങ്ങനെയാ ഒരാളെ ബാലൻസ് ചെയ്ത് നോക്കാൻ? 2 ടീമിന്റെ കാര്യത്തിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ നിലപാടെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും അവരും എനിക്ക് സ്പെഷ്യലാണ്, ഇവരും അതാണ്. അനുശ്രീ, എന്തോ എന്റെ മനസ്സിലായില്ല, ഞാൻ ബൈജു തന്നെയാണ്. വിക്കൊക്കെ വെച്ചിട്ട് മനസ്സിലായില്ല. ബൈചേട്ടന് ഏത് രൂപത്തിൽ ഇവിടെ വന്നിരുന്നാലും എനിക്കറിയാം. മനസ്സിലായില്ല, ഇത് ഞങ്ങൾ സിൻസിയർ ആയിട്ടുള്ളതാണ്. മനസ്സിലായില്ല അനുശ്രീ. അനുശ്രീ കൊറോണയാണെന്നാലും ഇത് സിൻസിയർ ആണ്, വേറെ ഒന്നുമല്ല. ഇത് സിൻസിയർ അല്ല, ഇത് കെട്ടിപ്പിടുത്തമാണ്. ഈ ബൈചേട്ടനെ ഇവിടെ ഏത് സെലിബ്രിറ്റി വന്നാലും പരിചയക്കാരായിരിക്കും. അവർ 5-10 സിനിമകളിലൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഇത് അർജുൻ ഇല്ലാത്തത് കൊണ്ട് ആ വീക്ക്നെസ്സിൽ കുത്താൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ബൈചേട്ടൻ എണീറ്റ്. സത്യം പറഞ്ഞ അർജുനന്റെ ചങ്കി കുത്താൻ വേണ്ടിട്ട് അല്ലേ? സത്യമല്ല അർജുനെ? ആകെ ഒരാളെ കിട്ടിയത് ചോദിക്കേണ്ട കാര്യമുണ്ട്. കണ്ടാൽ ഇങ്ങനെ നമ്മൾ അവിടെ വെച്ച് കണ്ടിരുന്നു, ചെറിയ കടപ്പുറത്ത് ഇവര് 2 പ്ലാസ്റ്റിക് കവറുകളെ പോലെ ഒഴുകി നടന്നു. അതെ, എന്തെല്ലാം അനുശ്രീനെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഞാൻ ആ ഷോ റിയാലിറ്റി നടക്കുന്ന സമയത്ത് കാക്കനാട് അന്ന പോലെ എനിക്ക് അനുശ്രീനെ അറിയാം. അന്ന് സിനിമയിൽ വന്നിട്ടില്ല, ലാൽ ജോസ് സാറിന്റെ സിനിമയിലൂടെയാണ് വന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറയണേ, എന്റെ മോളെ പോലെ തന്നെയാണ് ഞാൻ അനുശ്രീ. അത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ മത്സരത്തിന്റെ ഭാഗമായിട്ട് അനുശ്രീയും ഉണ്ടാകും നമ്മുടെ കൂടെ തന്നെ. ഇവര് തമ്മിലുള്ള പോരാട്ടം കാണുക. അതിന്റെ കൂടെ ചില സാധനങ്ങളൊക്കെ നമ്മളും അനുശ്രീ എടുത്ത് പറയും. അപ്പൊ ചില മത്സരങ്ങൾക്ക് വേണ്ടിട്ട് നമുക്ക് ഇറങ്ങാലോ. പൊളിയല്ലേ? അടിപൊളിയല്ലേ? അതുപോലെ അനുശ്രീ ആരാ? അനുശ്രീ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മാത്രം എന്ത് ധൈര്യമായിട്ടാണ് ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടേഴ്സ് ഇതിഹാസ എന്ന് പറയുന്ന സിനിമയില് ഞാനൊരു മറ്റേ മോതിരം എടുത്ത് കൊടുത്തിട്ടുണ്ട് കയ്യിലോട്ട്. പിന്നല്ല, പിന്നെ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതെ, ആർക്കും അറിയില്ല. അപ്പൊ അനുശ്രീ എന്ത് ധൈര്യമുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് എന്ത് പണിഷ്മെന്റ് കൊടുത്താലും ഏറ്റുവാങ്ങുകയും ചെയ്യും. അത്ര ധൈര്യം അത്രയില്ലേ? ഇതിഹാസം എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്നെ ഇടിയടിക്കുന്ന അറിയാം. പൊളിയാണ്. അപ്പൊ അത്രയും ധൈര്യമുള്ള അനുശ്രീ നമ്മുടെ മത്സരവേദിയിലേക്ക് തീർച്ചയായിട്ടും പോരാടാൻ വേണ്ടി ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമില്ല. സംശയമുണ്ട്. അനുശ്രീ ഒരു സംശയമില്ല, ധൈര്യമായിട്ട് ഇറങ്ങും. അതെ, അതെ. ഇപ്പൊ തൽക്കാലം ഏതായാലും സീറ്റിലേക്ക് വിട്ടോ, അവിടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ചില കംഫർട്ട് സോൺ പൊട്ടിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. സീറ്റിലേക്ക് പോകാം. ഒരു കൈഡി കൊടുത്തേ. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ ഇനിയിപ്പോ മത്സരത്തിനുള്ള സമയമാണ്. അനുശ്രീ ആണെങ്കിൽ നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് മത്സരം കാണാൻ വേണ്ടി. അതെ, ഇവിടെ നിന്നപ്പോ അത്രയും ചിരിയില്ലെങ്കിൽ അവിടെ പോയിരുന്നപ്പോഴത്തേക്ക് മത്സരം കാണുന്നതിന്റെ ഒരു ത്രില്ലിൽ ഭയങ്കര ചിരിയൊക്കെ ചിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നതേ ഉള്ളിലൊരു വിഷമമുണ്ട്. ഇവിടെ നിന്ന് സംസാരിച്ചപ്പോഴൊക്കെ തോന്നിയായിരുന്നു ഈ സിനിമ പ്രോപ്പറായിട്ട് ഈ പിന്നെ ഗദ്ഗതം ഒരു ഷൂട്ടൊന്നും നടക്കാത്തോണ്ട് അനുശ്രീയുടെ സമയം എപ്പോ ശരിയാവണമെന്ന് നമുക്ക് അറിയണ്ടേ? അത് വേണം.
ഈ സമയം നോക്കുന്ന ഒരാളുണ്ടായില്ലേ? അങ്ങനെ പറയാൻ പാടില്ല. സത്യവാൻ തിരുമേനി അനുശ്രീ സത്യത്തിൽ സമയം നോക്കാറുണ്ടോ? ഞാൻ സമയം നോക്കാറുണ്ട്. അല്ലാണ്ട് വാച്ചിലെ സമയം അതല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ നമ്മുടെ സമയം ശരിയാണോ എന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. സിനിമയിൽ ഇത് കുറെ ഒക്കെ ഉണ്ടല്ലേ, ചെറുതായിട്ട് ഇത്രയൊന്നുമല്ല, ഇത്രയെങ്കിലും ഉണ്ട്. എനിക്ക് കൂടുവോ? അനുശ്രീ ഇത്ര സമയം നോക്കാം. ബൈച്ചേട്ടാ, സത്യത്തിൽ നിങ്ങൾ ഇത്രയും കാലമായിട്ട് സിനിമയിലുണ്ടല്ലോ, 30 വർഷത്തോളൊക്കെ ആയിട്ട് സിനിമയിലുള്ള ഒരാളാണ്. ഈ സമയവും സിനിമയും തമ്മിലൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ? മലയാള സിനിമയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് അറിയുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ ഒരു വിശ്വാസം ഇപ്പോ അതൊന്നും ഒരു വിശ്വാസം അല്ല എന്ന് എനിക്ക് തോന്നി. സാഞ്ചേട്ടാ, ഞാനൊരു കാര്യം ചോട്ടെ, ഈ സീരിയലില് സമയം നോക്കാറുണ്ടോ? സീരിയലിലും ഈ ആവശ്യത്തിന് നമ്മുടെ പൂജയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നോക്കും. അല്ലാണ്ട് ഉള്ള ഒരു സമയം നോക്കുന്ന പരിപാടി സീരിയലിനില്ല. നമ്മളിപ്പോ രാവിലെ തുടങ്ങാം, രാഹുകാലം കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ഒരു ഫണ്ടിലൊന്നും അതങ്ങോട്ട് എത്തിച്ചേരില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ 7 മണിക്ക് കൂലിപ്പണി പോലെ പണി തുടങ്ങും, രാത്രി 11 മണി വരെ പണിയും ചെയ്യും. അതെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന് വെറുതെ സമയം കളയാതെയിട്ടില്ല. ഈ അനുശ്രീയുടെ സമയം ഒന്ന് നേരെയാകാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരാളുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? എടാ, അത് ഒരാളല്ല, പുള്ളി സെലിബ്രിറ്റി ജോത്സ്യൻ സത്യവാൻ തിരുമേനി. മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള മിക്കവാറുടെ എല്ലാവരുടെയും സത്യവാൻ തിരുമേനിയാ. മൂപ്പര് വിളിച്ചു കഴിഞ്ഞാൽ അനുശ്രീയുടെ സമയം ഇനി എന്ന് തെളിയുമെന്ന് സിനിമയില് നല്ല പേരല്ലേ, സത്യവാൻ തിരുമേനി. സത്യവാനല്ലേ? സത്യവാൻ തിരുമേനി അല്ലേ? ഓ തിരുമേനി, ഞാൻ വന്നോണ്ടിരിക്കുക ഇപ്പൊ എത്തും. സമയമായി. അതെ, ഞാനേ ചെറിയ കുറച്ച് പ്രശ്നങ്ങളായിട്ട് കുറച്ച് വൈകിയതാണ് കേട്ടോ. ഞാൻ ഇപ്പൊ എത്തിക്കോളാം. ഓക്കെ. ഒരു മണിനടി മാത്രമല്ലേ കേൾക്കുന്നത്? തിരുമേനി ഇതങ്ങോട്ട് പിടിക്കാം. എപ്പോഴും ഇട്ട് അടിക്കരുത്. അടിക്കേണ്ട ആൾക്കാരുടെ മുന്നിൽ മാത്രം അടിക്കുക, എന്നാലേ ചാനലിൽ പിടിച്ചിരിക്കാൻ പറ്റൂ. മണി അടിച്ചോളൂ. ഇത് പിടിച്ചേക്കാം. ഇത് കവടിയാണ്, അല്ല കപ്പലണ്ടി അല്ലേ, വാരി തിന്നരുത്. അമ്മ വേറെ ഒന്നും ഇച്ചിരി വൈകിപ്പോ, നിങ്ങളൊക്കെ എന്നോട് അങ്ങ് ക്ഷമിക്കുക. ആ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി നേരത്തെ അങ്ങോട്ട് ഇറങ്ങിയാന്നേ. നേരെ വന്ന് നമ്മുടെ വൈറ്റിലെ ജംഗ്ഷൻ വെച്ചിട്ട് പോലീസ് പിടിച്ചങ്ങ് നിർത്തി. എന്നോട് ചോദിക്കുക ഇത് എങ്ങോട്ടാ പോകുന്നേന്ന് ഈ സമയത്ത്. സംഭവം മൊത്തം ഞാൻ ഈ കണ്ടെയ്ൻമെന്റ് സോൺ പാസ് ചെയ്താണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് വരുവാണെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കൂടി പ്രശ്നം ഉണ്ടാക്കണ്ടെന്നിരുത്തിന് ഞാൻ എന്തായതേ, ഞാൻ പറഞ്ഞു ഒരു കള്ളം അങ്ങോട്ട് വെച്ച് കാച്ചി. ഞാൻ പറഞ്ഞു ഞാൻ വേളിക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പ്രശ്നമല്ലേ ഈ സമയത്ത് പ്രശ്നമല്ലേ? കാരണം ഇപ്പൊ ഇവിടെ കൊച്ചിന്ന് വൈറ്റിലേന്ന് വേളി വരെ പോണെങ്കിൽ വലിയ ദൂരമല്ലേ? തിരുവനന്തപുരത്ത് വേളി. തിരുവനന്തപുരത്ത് കടപ്പുറത്തെ വേളി അല്ലത്. പിന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വേളി ഉണ്ടല്ലോ, മാംഗല്യം. ആ വേളിക്ക് പോവാണ്. ഞാൻ അവിടെ ചെന്ന് താലി എടുത്ത് കൊടുത്തില്ലെങ്കിൽ നടക്കത്തില്ല, ഞാൻ തന്നെ എടുത്തു കൊടുക്കണോന്ന് പറഞ്ഞു. അപ്പൊ പോലീസുകാരൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുവാ, എന്താ അവിടെ ഉള്ളവരൊക്കെ കൈ തളർന്നിരിക്കുവാണോ? എന്റെ മാവടഞ്ഞു പോയേ, എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവസാനം കൊടുത്തൊരു പോലീസുകാരൻ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നു തിരുമേനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇപ്പോഴത്തെ സാഹചര്യം ഇച്ചിരി മോശമായതുകൊണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊരു വലിയ ജോത്സ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് കേൾക്കുന്നില്ല. പറഞ്ഞു സത്യവാൻ മൂലം കാണിച്ചാലേ ഇവിടുന്ന് വിടത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ചു നിന്നു. എന്നിട്ട് ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞു, പൊന്നു പോലീസുകാരാ, എനിക്കിപ്പോ ഈ സത്യവാങ്മൂലം കാണിക്കാൻ പറ്റത്തില്ല. അവര് പറഞ്ഞു കാണിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പൊ അത് നിർബന്ധമാണെന്നേ. അത് പറഞ്ഞു. അവര് പറഞ്ഞു ഇതിപ്പോ സർക്കാരിന്റെ ഓർഡറാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ സത്യവാങ്മൂലം കാണിക്കണം അത്ര. നിർബന്ധം. സർക്കാർ പറഞ്ഞ കാര്യമല്ലേ, എനിക്കത് കാണിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനും ഇവിടുത്തെ ഒരു പൗരനാണ്, ഞാനും ടാക്സ് അടയ്ക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് കാണിക്കാമെന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഈ വൈറ്റിലെ ജംഗ്ഷനിൽ മൊത്തം ആൾക്കാരാണേ, കുറെ പോലീസുകാരുണ്ട്, കടക്കാരുണ്ട്, ഇത്രയും CCTV ക്യാമറ ഉണ്ട്. ഞാൻ അങ്ങോട്ട് എന്റെ സത്യവാങ് മൂലം കാണിച്ചു. അപ്പൊ ഒരു പോലീസുകാരൻ എന്നോട് ചോദിക്കുവാ, ഇത് കുറച്ചല്ലേ ഉള്ളൂന്ന്. എന്ത് ചോദ്യമാന്ന് ചോദിച്ചേ. എന്നിട്ട് പെറ്റി അടിച്ചില്ല, ലാത്തിക്ക് നല്ല അടി അടിച്ചു. ഇപ്പോഴും അതിന്റെ വേദന മാറിയിട്ടില്ലെന്നേ, നല്ല അടി. എന്നിട്ട് നേരെ ലാത്തി അടിച്ചിട്ട് പോലീസുകാരൻ എന്റെ അടുത്ത് ചോദിക്കുവാ, മുഖത്തല്ലേടോ മാസ്ക് ഇടേണ്ടത്, വേറെ പല സ്ഥലത്തുമാണോ? ഈ പഴയ ആൾക്കാർക്കല്ലേ ഈ സാധനം അറിയത്തുള്ളൂ. നമ്മൾ ഈ പാരമ്പര്യമായി വന്നതുകൊണ്ട് ഈ സാധനം എന്താണെന്ന് അവർക്കറിയത്തില്ലേ. ഇത് പഴയ ആൾക്കാർക്ക് ഞാൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നേ. തിരുമേനി അങ്ങനെയാണെങ്കിൽ ഇരിക്കുക, കാരണം അനുശ്രീയുടെ സമയം ഒന്ന് നോക്കണമായിരുന്നു. പറ്റത്തില്ല. എന്തേ? ഈ നിങ്ങളെ ഹൈവേ റോഡ് പോകുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ സീബ്ര ലൈൻ കിടക്കും, കണ്ടിട്ടുണ്ടോ? അതുപോലെ കിടക്കുവാ ഇവിടെ ലാത്തി. ഇരുന്ന് കഴിഞ്ഞാ പോയി, പറ്റത്തില്ല. അല്ല തിരുമേനി, എനിക്ക് ഞാൻ പലതരത്തിലുള്ള കുറി കണ്ടിട്ടുണ്ട്. ഇത് പക്ഷെ ഭയങ്കര വെറൈറ്റി ആട്ടോ. നോക്കട്ടെ. കുറിയോ? കുറി ഉഗ്രം കുറിയല്ലേ? ഇതിന്റെയൊക്കെ കണ്ണിലെന്താ കുരുവാണോ? എന്തേ? ഇതെന്താ കുറിയാണോ ഇത്? ഞാൻ ഈ ലാത്തി ഇട്ട് അടിച്ചപ്പോ എനിക്ക് വേദന എടുത്തിട്ട് ഞാൻ പോലീസുകാരനോട് പറഞ്ഞു, പോലീസുകാരോ നിങ്ങൾ തൊട്ടിരിക്കുന്ന ഒരു ജോത്സ്യന്റെ ദേഹത്താണ് എന്നും പറഞ്ഞു ചൂടായതും എന്റെ തല പിടിച്ച പോലീസ് ജീപ്പിന്റെ ബോണറ്റിൽ ഒറ്റ അടി.
സത്യം ബോണത്തിനൊന്നും പറ്റിയില്ല, നെറ്റിക്ക് പറ്റി. ബ്ലഡാണ് ഈ കിടക്കുന്ന, ചോപ്പല്ല. ഈ ഒട്ടിച്ചേക്കുന്ന ബാൻഡേഡാണ്, ബാൻഡേഡ്. മനസ്സിലായോ? ഒരു മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങളെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇതിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം. ഇതെന്നാ സീബ്രയാണോ ഇരിക്കണേ? അനുശ്രീ. അതെ, സത്യവാൻ തിരുമേനിയും സീബ്ര, അനുശ്രീ സീബ്ര. ഇത് പക്ഷെ അങ്ങനെ സീബ്ര അല്ല കേട്ടോ. അറിയാം, ഞാൻ സിനിമകളെല്ലാം കാണാറുണ്ടേ. താങ്ക് യു. അനുശ്രീ കണ്ടാലറിയാം ഒരു കുലസ്ത്രീയാണ്. അനുശ്രീന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മളെ ഓരോ ആൾക്കാർക്കുവേ ഓരോ ഇതുണ്ട്. നമ്മുടെ നാള്, പേര്, നമ്മുടെ രൂപമൊക്കെ വെച്ച് മരം, ഓരോരുത്തർക്ക് ഓരോ മരങ്ങളുണ്ട് അല്ലേ? അതുപോലെ ഓരോരുത്തർക്ക് നാളുകൾക്ക് ഓരോ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അയ്യോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്താ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഖുശ്ബു എന്നൊക്കെ ചോദിച്ചേ? ഇതങ്ങ് പിടിച്ചേ, നീ കൈ കൊണ്ട് നീട്ട്. തിന്നാൻ ഞാൻ തലയിലിട്ട് തട്ടിത്തരും. ഇതൊന്ന് നേരത്തെ വായിക്കാം. കുജൻ, ശുക്രൻ, ബുധൻ. ഖുശ്ബു അല്ല, മനസ്സിലാക്കണം. പിന്നെ ഇതിലൊരു കഥയുണ്ട്. ഈ ഖുശ്ബുവിന്റെ അച്ഛൻ എന്റെ അപ്പൂപ്പനുമായിട്ട് ഭയങ്കര കമ്പനിയാ. അപ്പൊ ഈ ഖുശ്ബു ജനിച്ച സമയം, ഖുശ്ബു ഒന്ന് ഉണ്ണിവാവാ, ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ അപ്പൂപ്പൻ ഒരിടത്ത് കബഡി നിരത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഖുശ്ബുവിന്റെ അച്ഛൻ വിളിച്ചിട്ട് നേരെ എന്റെ അപ്പൂപ്പൻ വിളിക്കുക. ആരെ? നാരായണൻ ജോത്സ്യരെ വിളിക്കുക. വിളിച്ചിട്ട് നാരായണൻ ജോത്സ്യരെ അദ്ദേഹം. അപ്പൊ അച്ഛൻ പറഞ്ഞു, പറഞ്ഞോളൂ. അപ്പം നേരെ പറയുക, ഞങ്ങൾക്കൊരു ഉണ്ണിവാവ് ഉണ്ടായേ, അപ്പൊ പേരിടണം. അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനിവിടെ ഒരു കവടിപ്പലകയിൽ ചെറിയ പ്രശ്നം, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഡോക്ടർ ചോദിക്കുന്നു, എഴുതണം, പേരിടണം. അപ്പൂപ്പനാണെങ്കിൽ ഈ കബഡി വലയിൽ ഇങ്ങനെ തൊട്ടതും നേരെ ഫ്രണ്ടിൽ കാണുന്നത് കൂശൂബു. അപ്പൊ അപ്പൂപ്പൻ എന്നാ പറഞ്ഞു, ഞാനേ ഈ കൂശൂബു എന്ന് പറഞ്ഞു തരുന്നതിനും അവര് പേരിട്ട് ഖുശ്ബു. ഇപ്പോഴും നിങ്ങളിനി ആരുടെ പറയാനൊന്നും പോണ്ട. ഇപ്പോഴും ആ ഖുശ്ബുവിനും ഫാമിലിക്കും അറിയില്ല ആ ഖുശ്ബു കുജനും ശുക്രനും ബുധനും ആണ്. അപ്പൂപ്പനും മാത്രമേ അറിയൂ. അനുശ്രീയുടെ നാളും എനിക്കറിയാം എല്ലാം വെച്ചിട്ട്. അനുശ്രീയുടെ മരം അടയ്ക്കാം അല്ലേ? ആണോ? ആയിരിക്കും. ആയിരിക്കുന്നല്ല, അതെയോ? അടയ്ക്കാന്ന് പറയുമ്പോൾ മനസ്സിലായി, ഈ കമുകിൽ ഉണ്ടാവുന്ന സാധനം അടയ്ക്ക. കമുകുമായിട്ട് എന്തോ ബന്ധം ജീവിതത്തിലുണ്ട്. എന്താണ് ബന്ധം? വീടിന്റെ സ്ഥലപ്പേര് കമുകുഞ്ചേരി എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ? അടിപൊളി. അതല്ലേ പറഞ്ഞ ജോത്സ്യം ജയിച്ചു, അനുശ്രീ തോറ്റു. ഇതുപോലെ ഇവിടെ ഇപ്പൊ അബദ്ധവശാ ഞാൻ പറഞ്ഞു പോയി. ഇനി അനുശ്രീയുടെ കാര്യം പറഞ്ഞു പോയി. ഞാൻ അങ്ങനെ ചോദിച്ചോട്ടെ, ഈ ഉല്ലാസേട്ടന്റെ മരം എന്താ? ഉല്ലാസേട്ടന് മരമല്ല, ജീവിയാണുള്ളത്. വേട്ടാവളിയൻ. കറക്റ്റ് ആയിരിക്കും. എല്ലാവരുടെയും പറയാൻ പറ്റിയില്ലെങ്കിലും അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വിളിക്കുന്ന ആരെങ്കിലും എന്റെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ രാത്രി ഒരു 12:30 മണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അർജുൻ കൂടെ സൗഭാഗ്യമുള്ള ആളാ അതല്ലേ? കൂടെ വേറെ ആർക്കും ഇല്ല, പുള്ളിയുടെ കൂടെയാണ് സൗഭാഗ്യം. വീട്ടിലൊരു പുതിയൊരു അതിഥി വരാൻ പോകുന്നു. അതെ. എങ്ങനെ മനസ്സിലായെന്നറിയോ? ഇപ്പോഴും മുഖത്താ ക്ഷീണം കാണാനുണ്ടേ. ഒരുപാട് പേരെ പറ്റിച്ച ഒരാളായിരിക്കുന്നേ കണ്ടിട്ടുണ്ട് വീട്ടിലെ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ ആൺകുട്ടിയാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ആളാ. കുട്ടിക്ക് ഇതല്ല, അതായത് മൃഗമല്ല, കുട്ടിക്കൊരു ചെടിയാണ്. തൊട്ടാവാടി. തൊട്ടാവാടിയേ ഹരിത നായർ, നല്ല കുട്ടിയാട്ടോ. ഈ കുട്ടിയുടെ ഒരു പക്ഷിയാണ് എന്നറിയോ? മൂങ്ങ. മിണ്ടാതിരിക്കും, പക്ഷെ ചില സമയത്തുണ്ടല്ലോ നമ്മൾ പേടിക്കണം. പിന്നെ ഇതിലെല്ലാരും അറിയാം. ഒരുപാട് കണ്ടിട്ടുണ്ട്. ശ്രീജിത്ത്, വിജയ്. എനിക്ക് വിജയ് ഭയങ്കര ഇഷ്ടം, അതായത് പുള്ളിയെ ഭയങ്കര ഇഷ്ടമേ. പുള്ളിയുടെ മരം എന്താണെന്നറിയോ? ആല്. കാരണം ജീവിതത്തിലെ പ്രധാന സംഭവം നടന്നത് കുറെ ആലൊക്കെ നിൽക്കുന്ന ഒരു കാവിലാണ്. അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തേലും ചോദിക്കാനുണ്ടോ? ഈ കല്ലൂന്റെ ഒന്ന് നോക്കൂ. മരം ഏതാ നിങ്ങളുടെ മരം? ഞാവലോ? മരം ഞാവലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കിളി അല്ല, മൃഗവും അല്ല, രണ്ടും കൂടെ ചേർന്നൊരു സംഭവമാട്ടോ നിങ്ങൾക്ക് വവ്വാൽ. അതാവുമ്പോ എന്താണെന്നറിയോ? അത് രണ്ടും കൂടെ ചേർന്ന ഒരു സെറ്റപ്പിലാണല്ലോ ഇവിടെ. അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കും, മൊത്തത്തിലൊരു വിരവലാണല്ലോ. അല്ല, മാത്തുവിന്റെ മൃഗം ഏതാ? മാത്തുന്റെ പോത്ത്. അതിന്റെ പോത്താന്നേ. അതിലിപ്പോ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അദ്ദേഹത്തെ ഞാൻ വിട്ടുപോയി കേട്ടോ. അദ്ദേഹത്തിന് ഒരു മരമുണ്ട്, കാട്ടിൽ നിൽക്കുന്ന ആഞ്ഞിലി, പിടിച്ചാ കിട്ടത്തില്ല. ഇനിയിപ്പോ വേറൊന്നുമില്ല. അനുശ്രീയോട് പറയാൻ വന്ന കാര്യം, കല്യാണത്തിന് കഴിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ കഴിക്കേണ്ടതായിരുന്നു. നമ്മള് ഒരു മാസം മുന്നേ കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ കറക്റ്റ് സമയം, 1 മാസം മുമ്പ് ലോക്ക്ഡൌൺ സമയം ഇല്ലായിരുന്നോ?
അപ്പോഴേ കല്യാണം കഴിക്കേണ്ട സമയമായിരുന്നു. ആ സമയത്ത് നല്ല സമയം ഉണ്ടായിരുന്നു. അല്ല, കാര്യം എന്താണെന്നറിയോ, ആ സമയമാകുമ്പം പുള്ളിക്കാരിക്കും ജോലിക്ക് പോണ്ട, ആ പുള്ളിക്കാരനും ഒരിടത്തും പോണ്ട, വീട്ടിൽ തന്നെ ആയിരിക്കും. നല്ല സമയം അവിടെ ഉണ്ടാവുമല്ലോ വീട്ടില്. അത് നല്ല സമയമായിരുന്നു, പക്ഷെ നടന്നില്ല, കുഴപ്പമില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് അത് പറയാൻ വേണ്ടിയിട്ടാണ് നാം ഇങ്ങോട്ട് വന്നത്. ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടും ഇതും ടെൻഷനും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി ഈ മന്ത്രകർമ്മങ്ങൾ, ഈ മുഖം നോക്കി ലക്ഷണം പറച്ചിൽ, അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ പറയുന്നത്, അതായത് തിരുമേനി പറയുന്നത് കുറച്ച് താടിയുള്ള സാധാരണഗതിയിൽ മുണ്ട കൊടുക്കാറുള്ള സീബ്ര ലൈനുള്ള അതെ, ഊരയിൽ സീബ്ര ലൈനുള്ള, തോളത്ത് തോർത്തുമുണ്ടുള്ള ഒരു പൊട്ടുള്ള തിരുമേനി അല്ല. നിങ്ങൾ പറയുന്നെങ്കിലും ഒരു താരമല്ലേ, ആ താരത്തിന്റെ മുഖത്തോക്കി തിരുമേനി ഇങ്ങനെയൊക്കെ പറയാമോ? അല്ല, ആ താരത്തിന് മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ സമയത്തും നോം ഒരു സഹായിയായിട്ട് കൂടെ ഉണ്ടാവും. ഏത് സമയത്ത് ആ പടം ചെയ്യരുത്, ഈ പടം ചെയ്യണം, ആ ഫംഗ്ഷന് പോകരുത്, ആ ചാനലിൽ പോവേ ചെയ്യരുത് എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റും. കാരണം ഞാനിതൊക്കെ അറിയാവുന്ന ഒരാളാണല്ലോ. അപ്പൊ താല്പര്യം ഉണ്ടേലേ ഞാൻ നമ്പര് എറിഞ്ഞിട്ടേക്കാം, ഒന്ന് വിളിച്ചാൽ മതി. അല്ല, എന്താ വെച്ചാലും ഞാനിപ്പം കല്യാണം കഴിക്കാൻ ലേറ്റ് ആയി എന്തായാലും. അതുകൊണ്ട് അടുത്തൊന്നും കല്യാണം കഴിക്കാനായിട്ട് ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ഒന്നും എന്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. തിരുമേനി വേറെ വല്ല ഓപ്ഷനും നോക്കുന്നതായിരിക്കും നല്ല. എന്റെ നല്ല പ്ലാൻ ആയിരുന്നു, പക്ഷെ അത് ഇപ്പൊ തിരുമേനി ആ പരിപാടി അവിടെ വേവൂല, വിട്ടേക്ക്. അല്ല, വേറെ ഒന്നുമല്ല, ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാലേ, പോയാ 2 വാക്ക്, കിട്ടിയാൽ കമുവും ചേരിയിലൊരു സംബന്ധം. ഞാൻ ഉദ്ദേശിച്ചോളൂ. ഇനിയിപ്പൊ അത് ഇല്ലേലും കുഴപ്പമില്ല. ഇനി ഇവിടെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഞാൻ നമ്പർ എറിഞ്ഞിട്ടേക്കാം. ആരെങ്കിലും വീട്ടുകാരെ അറിയോ? ഒറ്റയാളുടെ മാത്രമേ വിക്കിപീഡിയയിൽ കിട്ടിയുള്ളൂ. വിക്കിപീഡിയ എന്ന് പറയുന്നത് മറ്റേ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോ കിട്ടുന്ന സാധനമാണോ? നമുക്ക് അതൊന്നും അറിയത്തില്ല, ഞാൻ ഗ്രഹിച്ചാ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തേലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനലിൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഭസ്മം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്റെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്ക്. നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ വഴി കുറച്ച് ആശീർവാദം കിട്ടും. അപ്പൊ ഞാൻ പോട്ടെ. ഇനിയിപ്പോ വീട്ടിൽ പോയി മലന്ന് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കമഴ്ന്ന് കിടക്കേണ്ടി വരും. അല്ല, ഈ തിരുമേനി യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? സത്യവാൻ ടി മേനി. ഇനി മേനിയിൽ കമുകഞ്ചേരി വണ്ടി എടുക്കാത്തോണ്ട് നീ കുറുക്കഞ്ചേരി വഴി വെക്കും. കുറുക്കഞ്ചേരി വഴിയല്ലേ? പിന്നെ ഒരു വാച്ച് കടയും തുടങ്ങുന്നതല്ല ആണല്ലേ? തിരുമേനിയുടെ സമയമെങ്കിലും ക്ലിയർ ആക്കി വെക്കാം. അതെ, ശരിയാ. എന്റെ സമയം നല്ലതല്ലാന്ന് തോന്നുന്നു. സീബ്രാലയിലൊക്കെ എന്ത് മായോ എന്തോ. അപ്പൊ വന്ന സ്ഥിതിക്കും കണ്ട സ്ഥിതിക്കും എല്ലാവരോടും സന്തോഷം. ഇടയ്ക്കൊക്കെ വരാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ അവിടെ എറിഞ്ഞിട്ടേക്കാം, എടുത്തേ കേട്ടാ. ബെൽബട്ടൺ അടിച്ചോണ്ട് പോക്കോ. വെൽക്കം ബാക്ക് ടു റോക്ക് ആൻഡ് റോൾ. ബാക്കിൽ ഇങ്ങനെ ABCD എന്ന് എഴുതി വെച്ചേക്കണ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ടീമുകൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊന്നും ഞങ്ങൾ LKG ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയതാണോ എന്ന്. എനിക്ക് തോന്നിയായിരുന്നു. വസ്ത്രം കാണുമ്പോൾ എനിക്ക് തോന്നണ്ടേ മാനസിക വളർച്ച അത്ര എത്തിയിട്ടുള്ളൂ. പറയലോ. എന്ത് തോന്നുന്നു ഇത് മൊത്തത്തിലൊരു സെറ്റപ്പ് കണ്ടിട്ട്? ഇല്ല, ഇത് എന്താ ഇവിടെ സംഭവിക്കാൻ പോണെന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചാ പറയാൻ വന്നത്. ഇത് ശരിക്കും ഒരു ഗെയിം റൗണ്ടിലേക്ക് നമ്മൾ മാറി. അപ്പൊ ഒരു ഗെയിം എന്ന് വെച്ചാൽ ഇവരെ വെച്ചിട്ടാണ്. ഇതിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിന്റെ 4 ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. അതിലെ ശരി ഉത്തരത്തില് ഇവർ ഒട്ടണം പോയിട്ട്. അതാണ് പരിപാടി. ഈ ഗെയിമിന്റെ പേര് നേരിനൊപ്പം. നേരിനൊപ്പം എന്നുള്ള ഈ റൗണ്ടിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ വരും. നിങ്ങളുടെ പൊതുവിജ്ഞാനം കറക്റ്റ് ആയിട്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഒരാളെ മാത്രമാണ് ഗെയിമിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറക്കി വിടുന്ന ഓരോ ടീമിലും. ഇവരുടെ ആ ഡ്രസ്സ് കണ്ടോ? ഇവിടെ 2, ഇവിടെ 2. ആ ഡ്രസ്സ് നോക്കിയാണ് ഇവരെ ഇങ്ങോട്ട് വിളിക്കേണ്ടത്. ഞാൻ വെറുതെ പറയല്ലോ, ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ റഗ്ബി ഒക്കെ കളിക്കാൻ നിൽക്കൂലേ? അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നിൽക്കൂലേ? അർജുനൊന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണിച്ചു ആ റഗ്ബി കളിക്കാൻ എങ്ങനെയാണ്. ഇത് കാണുമ്പോഴേ മരിച്ചേട്ടന്റെ മൈഡിയർ കരടി. ഈ മത്സരം തന്നെ ഇന്ന് മധുരരാജയ്ക്ക് വേണ്ടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മധുരരാജ അവസാനം മധുരിക്കോ കഴിക്കോ എന്നൊക്കെ നമുക്ക് നോക്കാം. റെഡി, മത്സരത്തിലേക്ക് കിടക്കാം. അപ്പൊ ഏറ്റവും ആദ്യം ടീം ദേവാസുരത്തിൽ നിന്ന് ഫുൾ ഓൺ ആയിട്ട് വരുന്നു അർജുൻ. അതോടൊപ്പം ടീം മധുരരാജയിൽ നിന്ന് വരുന്നു ശ്രീജയ്. മത്സരം ആരംഭിക്കുകയാണ്. ചോദ്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് 2 പേരും ഉഷാറായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ആദ്യം ചെന്ന് ഒട്ടുന്ന ആൾക്കായിരിക്കും 1ാം സ്ഥാനം കിട്ടുക കേട്ടോ. എന്ന് വെച്ചാല് ആദ്യം പോയി ഒട്ടണം. രണ്ടാമത് അതിന്റെ മുകളിൽ കൂടെ ഇടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഒട്ടുന്നത് നമ്മൾ നോക്കും ശരിയായ ഉത്തരത്തില്.
അതല്ല ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് ഒട്ടി നിന്നാലോ? അതിൽ ആദ്യം ഒട്ടുന്ന ആരാണെന്ന് നോക്കും. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരേ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ പോകുന്ന അതേ സൈഡിലേക്ക് തന്നെയാണ് ഞാനും പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അവനെ മറച്ചിട്ട് ഒട്ടിക്കോ. ഓക്കെ, അതിനാണ് ഈ ബെഡ് ഇട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഇവിടുന്ന് മാറി തരും. നമ്മൾ മറച്ചിടാൻ പറ്റിയ ആളാണ് അപ്പുറം നിൽക്കണം. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇടിയിലും കുത്തിലൊന്നും ഞങ്ങളില്ല. ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. രണ്ടൊട്ടല് വന്നിട്ടുണ്ട്. ഒരാൾ മലന്നും ഒരാൾ കമന്നും ഒട്ടി നിൽക്കുന്നുണ്ട്. അതെ, അനുശ്രീ, ഇതിലേത് ഉത്തരമായിരിക്കും ശരി? രണ്ടുപേരും ഒട്ടിയിട്ടുണ്ട്, ഒരാൾ ഒട്ടി തേഞ്ഞിട്ടുണ്ട്. അതാരാണ് അനുശ്രീ പറയുന്നത്? ഒട്ടി തേഞ്ഞല്ല, തേഞ്ഞൊട്ടി. എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഭയങ്കര ജ്ഞാനമുള്ള അനുശ്രീ പറയും. എനിക്ക് ഒരു ജ്ഞാനവും ഇല്ല. അനുശ്രീ പറഞ്ഞേ, ഇന്ത്യയുടെ ദേശീയ മൃഗം. അർജുൻ ചേട്ടൻ ഒട്ടിയിരിക്കുന്നത്. അർജുൻ ചേട്ടൻ ഒട്ടിയിരിക്കുന്നതാണ് കടുവ. ശരിയായിട്ടുള്ള ഉത്തരം. അല്ല എന്നുവെച്ചാ ആദ്യമേ പുള്ളി പോയി ഒട്ടി, അപ്പൊ പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും ഒട്ടണ്ടേ? എങ്ങനെ? അപ്പൊ പിന്നെ കൂട്ടത്തിൽ അത്യാവശ്യം മെച്ചമുള്ളത് ആനയായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ആനയെ കയറി ഒട്ടിയതാണ്. അല്ല സിംഹമൊന്നും വെച്ചോ? അല്ല എനിക്കിഷ്ടം ആനയാ. അപ്പൊ ആനയെ മറികടന്ന് കടുവ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതെ, ടീം ദേവാസുരം ഒരു പോയിന്റിന് മുന്നിട്ട് നിൽക്കുന്നു. അടുത്ത ചോദ്യം വരുന്നു. AR റഹ്മാൻ ഒരു മലയാള സിനിമയ്ക്ക് പൂർണ്ണമായി സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ സിനിമ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ടീം മധുരരാജ എന്ന് തോന്നുന്നു. യോധയാണ്. ഉറപ്പാണ്? പുള്ളി ഒരു മലയാള പടയെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, എന്ത് തോന്നുന്നു? അല്ല, അദ്ദേഹം ചെയ്യാഞ്ഞത് എന്റെ കുഴപ്പമാണ്, അദ്ദേഹത്തിന് എല്ലാരും വിളിക്കുന്നുണ്ട്, അദ്ദേഹം വന്ന് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. ഈ ചോദ്യം ഉല്ലാസേട്ടനോട് ചോദിച്ചത് ഞങ്ങളുടെ കുഴപ്പം. അനുശ്രീ, ശരിയായിട്ടുള്ള ഉത്തരം യോധയാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ 3 പേരും സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും ശരിയായിട്ടുള്ള ഉത്തരം യോധ. അപ്പോ മധുരരാജ 1, ദേവാസുരം 1. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ആദ്യത്തെ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ, രണ്ടാമത്തെ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ, മൂന്നാമത്തെ റൗണ്ടിൽ 2 ചോദ്യങ്ങൾ. അതാണ് ഈ ചോദ്യം തീരുമാനിക്കും ഈ റൗണ്ടിൽ ആരാണ് ജയിച്ചത് എന്ന്. അടിപൊളി. ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച മലയാള സിനിമ ഏതാണ്? കൊടുക്കത്താ പിന്നെ വേറെ എവിടെയെങ്കിലും കയറി ഒട്ടിക്കോ തൽക്കാലം. ഞാനൊരു കാര്യം പറയാം, രണ്ടുപേർക്കും ഇപ്പോഴും സമയമുണ്ട്. ചിത്രമാണോ, മണിച്ചിത്രത്താഴാണോ, ഗോഡ് ഫാദർ ആണോ, ഒരു വടക്കൻ വീരഗാഥയാണോ? ഒന്ന് ചിന്തിച്ചോക്കെ. മിണ്ടാണ്ടിരി, നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ക്ലൂ പറഞ്ഞു കൊടുക്കണേ. അനുശ്രീ പറ ആദ്യം. എനിക്ക് തോന്നുന്നത് ഗോഡ് ഫാദർ. ഈ സ്കോർ ഇപ്പൊ കേൾക്കുന്നത് ശ്രീജിത്തിന്റെ മൈൻഡിൽ നിന്നാണ്. അത് സത്യമാണോ അല്ലോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ല. അല്ല, ഗോഡ് ഫാദർ ആണെന്നാണ് എന്റെ ഒരു നിഗമനം. 2 പടങ്ങളും 365 ദിവസം ഓടിയിട്ടുണ്ട്. 365 ദിവസം അതിൽ കൂടുതൽ ഓടിയ സിനിമയായിരിക്കോ? സാഞ്ചേട്ടൻ ആലോചിക്കണെന്ന് അറിയോ? കിന്നാരത്തുമ്പികൾ ഇതിന്റെ അകത്തില്ലല്ലോ.
അങ്ങനെയല്ല ബൈച്ചേട്ടനാണ് പറഞ്ഞത് എന്റെ തിയേറ്ററിൽ ഉറപ്പായിട്ടും കിന്നാര തുമ്പികളാണ് ഓടിയത്. ഞാൻ തന്നെ അത് 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ല തീർച്ചയായിട്ടും എന്റെ തിയേറ്ററിൽ ആ ചിത്രവും ഓടിയിട്ടുണ്ട്. അത് 100 ദിവസം ഓടിയ സിനിമയാണത്. അനുശ്രീയുടെ അഭിപ്രായത്തിൽ ഗോഡ് ഫാദർ ആണ്. പക്ഷെ ഇവിടെ ഇടി നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ചിത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർജുന്റെ താടിയിൽ തകർന്നുപോയി. എനിക്ക് തോന്നുന്നു മറ്റേ 3 പ്ലക്കാർഡ്സ് വരുന്നതിന് മുന്നേ ശ്രീജിത്ത് അവിടെ പോയി ഒട്ടിയെന്ന് തോന്നുന്നു. ചിത്രം കണ്ടപ്പോഴേ ഓടി. ഒരു മൂല ചേർന്ന് ഓടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ടെൻഷന് വിരാമം ഇട്ടുകൊണ്ട് നമുക്ക് ഉത്തരം അങ്ങോട്ട് പറഞ്ഞാലോ? എനിക്ക് തോന്നണേ നമ്മൾ ഉത്തരം പറയണ്ട. ഈ 4 ഉത്തരങ്ങൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ. ഇതിൽ ശരി ഉത്തരം മാത്രം അവിടെ നിന്നിട്ട് ബാക്കി ഉത്തരങ്ങളൊക്കെ താഴോട്ട് പോട്ടെ. ശരിയായിട്ടുള്ള ഉത്തരമാണെങ്കിൽ ബാക്കി എല്ലാ ഉത്തരങ്ങളും പോട്ടെ. നീ ആ ചിത്രത്തിന് വേണ്ടിയിട്ട് അമ്മാര് അടി കൂടി കഴിഞ്ഞ സമയത്ത് ഇവിടെ എല്ലാരും പറഞ്ഞു നിനക്ക് വേറെ ഏതെങ്കിലും ഒട്ടണമെന്ന്. അല്ല എന്റെ അടുത്ത് എല്ലാരും പറയാറുണ്ട് എടുത്തിയാട്ടം ഒന്നിനും നല്ലതല്ലെന്ന്. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. തെറ്റുത്തരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇമ്മാര് അടി കൂടിയത്. അല്ല അർജുൻ എന്നെ ഇവിടുന്ന് തൂക്കി എറിഞ്ഞപ്പോ അവിടെ പോയി ഒട്ടിയാൽ മതിയായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ചിത്രോ അല്ലെങ്കിൽ ഗോഡ് ഫാദറോ ആയിരിക്കുന്നു. പിന്നെ ഞാൻ ആ സമയത്ത് ചിത്രം കണ്ടപ്പോ തന്നെ പ്രാന്ത് പിടിച്ച് ഇങ്ങോട്ട്, പക്ഷേ ഇവിടെ തൊട്ടടുത്താണല്ലോ അർജുനുള്ള, അപ്പൊ ഇങ്ങോട്ട് കയറാൻ ചാൻസ് ഉള്ള കാരണമാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്ന് ഇവിടെ. കേരളത്തിൽ ഒരുപാട് പേര് ലാലേട്ടൻ ഫാൻസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഓടിയ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഡിസ്കഷനിൽ ഏറ്റവും അധികം വരുന്ന പേര് ചിത്രത്തിന്റെയാണ്. പക്ഷെ 404 ദിവസം ഓടിയ സിനിമയാണ് ഗോഡ് ഫാദർ. അതെ 365 ദിവസമാണ് ഓടിയത്. 366 ദിവസമാണ് ചിത്രം എന്ന സിനിമ ഓടിയത്. ഈ റൗണ്ടിന്റെ വിജയികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ടീം ദേവാസുര. യൂണിഫോം ഇട്ടിട്ട് അടുത്ത 2 പേരിരിക്കുന്നുണ്ട്. ടീം മധുരരാജയിൽ ഹരിതയും ടീം ദേവാസുരത്തിൽ ഹർഷയും. അപ്പൊ ഹരിത ഹർഷം 2 പേരും മുന്നോട്ട് വരൂ. അപ്പൊ പോരടിക്കാൻ വേണ്ടിട്ട് 2 പെൺപുലികൾ എത്തിയിട്ടുണ്ട്. ഇവർക്കും 3 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം ഹരിത ഹർഷ കേട്ടോളൂ. 1971 റിലീസ് ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടൻ ആരാണ്? ഓപ്ഷൻ എ തിലകൻ, ബി മമ്മൂട്ടി, സി മുരളി, ഡി നെടുമുടി വേണു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആ പ്രതീക്ഷയും പോയി. ഹരിത പറയണേ, ഞാൻ നോക്കിയിട്ട് ഏറ്റവും നീണ്ട പേര് ഇതാണ്. ആ പേരേതാണെന്നറിയോ? നടുമുടി വേണു. നടുമുടി വേണു. നെടുമുടി വേണുവിലാണ് ഹരിത വന്നൊട്ടിയിരിക്കുന്നത്. അതെ. ഹർഷ പോയൊട്ടിയിരിക്കുന്നത് മമ്മൂട്ടി. അനുഭവങ്ങൾ പാളിച്ചകൾ 1971. ബൈചേട്ടാ, അല്ല എനിക്ക് അതിന്റെ ആൻസർ അറിയാം. കാര്യം ഞാൻ ജനിച്ച വർഷമാണ്. എനിക്ക് അതിന്റെ ഉത്തരം ആരാണ് സമ്മാനം നേടാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഞാൻ അതിന്റെ ഒരു സന്തോഷവാനാണ്. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയാലോ? അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. ഓടുന്ന ഓട്ടം കണ്ടിട്ട് എനിക്ക് അതാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ എത്ര മലയാളം വായിക്കാൻ അറിയില്ലെങ്കിലും എനിക്ക് ഹരിതയ്ക്ക് അത് കിട്ടുമെന്ന് തോന്നണില്ല. ഇപ്പൊ നമ്മൾ ഓപ്ഷൻ മാറ്റി കൊടുത്താലും നമ്മൾ മലയാളം വായിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും പുള്ളിക്കാരത്തേക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒരു വള്ളത്തിൽ നിന്നിട്ട് പുള്ളി തുഴയുന്നതാണ്. ഒരു തോണിക്കാരനായിട്ട് തുഴഞ്ഞാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ മലയാളത്തിലേക്ക് എത്തിയത്. ആ സിനിമയുടെ പേര് അനുഭവങ്ങൾ പാളിച്ചകൾ. നിങ്ങൾക്കുള്ള 2ാമത്തെ ചോദ്യമാണ്. ഹരിത ഹർഷ ശ്രദ്ധിക്കൂ. ഇന്ത്യക്ക് ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിക്കൊടുത്ത ടീമിന്റെ നായകൻ ആര്? ഓപ്ഷൻ എ മൊഹീന്ദർ അമർനാഥ്, ഓപ്ഷൻ ബി കപിൽ ദേവ്, ഓപ്ഷൻ സി സുനിൽ ഗവാസ്കർ, ഡി കെ ശ്രീകാന്ത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹരിതയ്ക്ക് എന്തോ പറയാനുണ്ട്. എന്തായിരുന്നു സങ്കടം? എന്താ പറ. എന്തായിരുന്നു കപിൽ ദേവ്? നമ്മുടെ ഹരിതയുടെ ആയിരുന്നു കപിൽ ദേവ്. പക്ഷേ നിർഭാഗ്യവശാൽ ഹർഷ ഓടി എത്തിപ്പോയി. അങ്ങനെയല്ല, ഹരിതയുടെ കപിൽ ദേവിനെ ഹർഷ സ്വന്തമാക്കി. കപിൽ ദേവിന്റെ കറുത്ത ചെകുത്താന്മാർ എന്നറിയപ്പെട്ട ടീമാണ് ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ലോകകപ്പ് കൊണ്ടുവന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി കപിൽ ദേവ്. അടുത്ത ചോദ്യം നിങ്ങളുടെ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, നിങ്ങളുടെ 3ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ
ചുവടെ കാണുന്ന നിറം ഏതാണ്? ഓപ്ഷൻ എ നീല, ബി വെള്ള, സി കുങ്കുമം, ഡി പച്ച. Your time starts now. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നീല, വെള്ള, കുങ്കുമം, പച്ച. ഇവിടെ പ്രതിഷ്ഠിക്കൂ. വെള്ളയാണോ നീലയാണോ എന്നാണ് സംശയം. മധുരനാരങ്ങ ഇന്ത്യക്ക് വേണ്ടി പുതിയൊരു പതാക സൃഷ്ടിച്ചിട്ടുണ്ട്. ബോംബെ ഇന്ത്യക്ക് പുറത്താണല്ലോ. അപ്പൊ ബോംബെയിൽ ഇതില്ല. ദേശീയ പതാകയുടെ നിറങ്ങൾ ഏതൊക്കെ? ദേശീയ പതാക പറഞ്ഞ നാഷണൽ ഫ്ലാഗിന്റെ നാഷണൽ ഫ്ലാഗ് ആയിരുന്നോ? അയ്യേ, നിനക്ക് മനസ്സിലായോന്ന് ചോദിച്ചേ. നാഷണൽ ഫ്ലാഗിലെ ഏറ്റവും താഴെ ഏതാ? അതായിരുന്നു ചോദ്യം. ക്ലിയർ ആയി പറയണ്ട നാഷണൽ ഫ്ലാഗ്. അയ്യോ, അത് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഈ ചുവടെ എന്ന് പറയുന്നതിന് താഴെ. ആദ്യം നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ ഈ മത്സരത്തില് ആ കുട്ടിക്ക് മലയാളം അറിയത്തില്ല. അപ്പൊ നിങ്ങൾ അത് അങ്ങനെ ആളിനെ ഇറക്കി വിടണമായിരുന്നു. ഞാൻ വിചാരിച്ചു ആ ഒരു എംബ്ലം ഇല്ലേ, എലിഫന്റ് ഉള്ള എംബ്ലം ഉണ്ടാവില്ലേ, അതാണ്. ഹരിതേ, കുറ്റം പറയാൻ പറ്റില്ല. ആ ചോദ്യം പതാക എന്ന് പറഞ്ഞാൽ ദേശീയ പതാക എന്ന് പറഞ്ഞത് മനസ്സിലാവാൻ. ദേശീയ മനസ്സിലായി, ദേശീയ പതാക മനസ്സിലായില്ല. പതാക മനസ്സിലായില്ലെങ്കിൽ ചോദിക്കട്ടെ, പോട്ടെ, സാരില്ല. ഇനിയിപ്പോ ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും ദേശീയ പതാകയിലുള്ള നിറങ്ങൾ ഏതൊക്കെ? സാഫ്രൻ, വൈറ്റ്, ഗ്രീൻ, ബ്ലൂ. ദേശീയ പതാകയുടെ ചുവടെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോ ചുവടെ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ താഴെ എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ കുട്ടിക്ക് ദേശീയ പതാക എന്നത് മലയാളത്തിൽ പറഞ്ഞപ്പോ മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് നല്ല GK ഉണ്ട്, ഒരു സംശയമുണ്ട്. ഒരു കൈയ്യടി കൊടുത്തേ. ഈ റൗണ്ടിലും വിജയികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ടീം ദേവാസുരത്തിനെ തന്നെയാണ്. വാശിയേറിയ പോരാട്ടം എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഏകപക്ഷീയമായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് ഇക്കുറി വിജയിച്ചിരിക്കുന്നത് ടീം ദേവാസുരം. മലയാളം ശരിക്കും അറിയുന്ന എന്നെ ഒന്ന് നോക്കിക്കൂടായിരുന്നു. മലയാളം മാത്രമേ അറിയൂ. മലയാളം മാത്രമേ അറിയുള്ളൂ. കൃത്യമായിട്ട് ഹിന്ദി. നമുക്കൊരു പണി ചെയ്താലോ? പ്രിയങ്ക ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കണം. മലയാളം മാത്രം അറിയാവുന്ന പ്രിയങ്ക ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സൗഹൃദ മത്സരം നടത്തും. സാജൻ ചേട്ടനും പ്രിയങ്ക ചേച്ചിയും തമ്മിൽ ഒരു മത്സരം, ഒരു സൗഹൃദ മത്സരം. ഏത് വർഷമാണ് ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത്? ആരും പറഞ്ഞു കൊടുക്കരുത്. ഒരാളും പറഞ്ഞു കൊടുക്കരുത്. ആരും പറയരുത്, ആരും പറയരുത്. മലയാള ഭാഷ മര്യാദയ്ക്ക് അറിയാവുന്ന എനിക്ക് ഈ മാതിരിയുള്ള ചോദ്യങ്ങളൊക്കെ തന്നിട്ട് ഞാൻ വെറുതെ വന്നു നോക്കിയത്. എനിക്ക് ഒരു വിവരവും ഇല്ല ക്രിക്കറ്റിനെ കുറിച്ചൊന്നും. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ടീം മധുരരാജയ്ക്ക് എന്താ തോന്നണേ? 83 ആണ്. ടീം ദേവാസുരത്തിന് എന്താ തോന്നണേ? 83. എന്താണ് അനുശ്രീക്ക് തോന്നണേ? 83. ഞാനൊരു കാര്യം പറയട്ടെ, നിവിൻ പോളിയുടെ ഒരു സിനിമയുണ്ട് ബ്രിട്ടീഷ് സംവിധാനം ചെയ്തത്. ആ സിനിമയുടെ പേരെന്താ? എന്താ? ഞാനാണ് ആ ബ്യൂട്ടീഷ്യൻ. മതിയായിട്ടില്ല എനിക്ക്. അടിച്ചു മോനെ, മത്സരത്തിൽ ദേവാസുരൻ ജയിച്ചെങ്കിലും സൗഹൃദ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു ടീം മധുര രാജ. ഇനിയിപ്പോ പണിഷ്മെന്റ് റൗണ്ട് ആണ്. തീർച്ചയായിട്ടും ദേവാസുരൻ ടീം എല്ലാവരും ഭയങ്കരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് മധുരരാജ ടീമിന്, അല്ലെങ്കിൽ തോറ്റ മധുരരാജ ടീമിന് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. മാധു, ഈ റൗണ്ടിനെ പറ്റി പറയുമ്പോഴേ ഏവരും കാത്തിരിക്കുന്ന പണിഷ്മെന്റ് റൗണ്ട് വരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏവരും കാത്തിരിക്കുന്ന പണിഷ്മെന്റ് റൗണ്ടിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരട്ടെ. പണിഷ്മെന്റിന് വേണ്ടിയിട്ട് നിരന്നിരിക്കുന്നുണ്ട് ഞാനല്ലോ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയില്ലേ, ആ സമയത്ത് നമ്മുടെ ഈ വായ്ക്കകത്തേക്കും പിന്നെ മൂക്കിന്റെ അകത്തേക്കൊക്കെ കൊള്ളിട്ട് കുത്തി കയറ്റുന്ന ചേച്ചിമാരില്ലേ, അവരെ പോലെ തോന്നുന്നുണ്ടല്ലേ? എന്ത് രസാ നോക്ക്. അടക്കോതൊക്കത്തോടുകൂടിയിട്ടാണ് അവര്. മാത്തു, അതിന്റെ പേരാണ് PP കിറ്റ്. അതിനാണ് ഇത്രയും പറഞ്ഞല്ലേ. അനുസരണയുള്ള കുഞ്ഞാടുകളായിട്ട് PP കിറ്റ് ഇട്ടിട്ട് ഇവിടെ പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും ഏറ്റവും ആദ്യമേ നല്ലൊരു കൈയടി കൊടുക്കാം. ബൈജു ചേട്ടനും സംഘവും തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങി വീണ്ടും ഒരിക്കൽ കൂടി പണിഷ്മെന്റിന് വേണ്ടി റെഡി ആയിട്ട്. അതിനൊരു മാറ്റമുണ്ട്. എവിടെ തിരിച്ചെടുക്കണം. കാരണം ബൈജു ചേട്ടനും ടീമും ഇപ്പൊ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തുല്യ ശക്തികളാണ്. അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം. കാരണം ഇപ്പൊ ഒരു ഗെയിമില് എന്ന് വെച്ചാൽ ഒരു എപ്പിസോഡ് ഇടവിട്ട് അവർ ജയിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകളിൽ ഖേദിക്കുന്നു. എങ്ങനെയുണ്ട്? അല്ല, എന്തായാലും ഈ സിറ്റുവേഷന് പറ്റുന്ന അച്ചേറാ കൊടുത്തിരിക്കണേ, അതുകൊണ്ട് വളരെ മനോഹരമായിട്ടുണ്ട്. ഫ്രണ്ടിൽ രണ്ട്
പീരങ്കി ഇരിക്കുന്നുണ്ട്. ഇത് വളരെ അതാണ് ഈ കോസ്റ്റ്യൂം ഇതും തമ്മിൽ എന്താ ബന്ധം ഞാൻ ആലോചിക്കണത്. ഈ കോസ്റ്റ്യൂം എന്ന് വെച്ചാല് നമ്മൾ ഈ ചരിത്രാതീത കാലത്തുള്ള 2 പീരങ്കികളാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ പഴയ കാലത്തെയും പുതിയ കാലത്തെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു പരിപാടിയാണ് ഈ റോക്ക് ആൻഡ് റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പീരങ്കി വെച്ചിട്ട് ഈ പുതിയ കാലത്തിലേക്ക് നമ്മൾ ഠും 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 എന്ന് പൊട്ടിക്കും. അതെ, അത് കൊടുക്കുന്നത് ഇവരായിരിക്കും. ഇവിടെ ഒരു ബസർ വെച്ചിട്ടുണ്ട്. ഈ ബസറിൽ ഇവർ അമർത്തി കഴിഞ്ഞതിന് ശേഷം ആർക്ക് നേരെയാണ് പൊട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ പീരങ്കി പൊട്ടും. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നില്ലേ, ഈ സ്ഥാനം നമുക്ക് പണിഷ്മെന്റ് കൊടുക്കുന്ന ടീമിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം. ഓക്കെ, ബാ. അപ്പൊ ആദ്യം ആരാണ് ഇറങ്ങുന്നത്? അർജുൻ. ഏത് പരിപാടിക്കാണെങ്കിലും ആദ്യം ചാടി ഇറങ്ങുന്ന നമ്മുടെ സ്വന്തം ഹീറോ അർജുൻ. ആർക്ക് പണി കൊടുക്കണം? ജൂഹി. ഒന്ന് മുഖം ഉയർത്തി ഒന്ന് കാണിച്ചേ. എന്നിട്ട് ആ ബസറിലൊന്ന് അമർത്തിയേ. അടുത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പണി കൊടുക്കാൻ പോകുന്നത്. റെഡി? ചെവിയും പൊത്തിയിരിക്കാണ്. യെസ്, പണി കിട്ടിയ 2 പേര് മാറി നിന്നിട്ട് അടുത്ത 2 പേർക്ക് സ്വാഗതം. ബാ 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 ബാ. യെസ്, അടുത്ത 2 ടീമുകൾ വരുന്നു. ശ്രീജിത്ത് ആൻഡ് ബൈജു ചേട്ടൻ. പണി കൊടുക്കാൻ വേണ്ടിട്ട് വരുന്നത് ഉല്ലാസേട്ടൻ. ഉല്ലാസേട്ടാ, എന്തോ വരൂ. ആർക്കാണ് ആദ്യം പണി കൊടുക്കേണ്ടത്? ബൈജു ചേട്ടൻ. ബൈജു ചേട്ടനാണ് ആദ്യത്തെ പണി വരുന്നത്. ബസറമർത്തിക്കോ. ഉല്ലാസേട്ടാ, ഓ നിങ്ങളൊരുമാതിരി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയാണല്ലോ. ഭയങ്കരമായി പോയല്ലോ. ശരി, അപ്പൊ അടുത്ത പണി കൊടുക്കാൻ വേണ്ടിട്ട് നീനു പണി കൊടുക്കുന്നു ശ്രീജിത്തിന്. ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് നടക്കുന്ന പോലെ ഉണ്ട് ബൈച്ചേട്ടൻ പോണാണ്ട്. ഇനി അവശേഷിക്കുന്ന 2 പേരാണ്. ആ 2 പേരിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ടും അനുശ്രീയോടൊരു കാര്യം ചോദിക്കാനുള്ളത്. ഇത് കാണുമ്പോ കൊതി തോന്നുന്നുണ്ട് അവിടെ ചെന്നിരിക്കാൻ? ഈ കാര്യത്തിൽ മാത്രം എനിക്ക് ഒരു കൊതിയില്ല. ഈ ബസർ അമർത്താൻ തോന്നുന്നുണ്ടോ? വേണ്ട, കഷ്ടമുണ്ട്, വേണ്ട. അതെ, ഭയങ്കര കളർഫുൾ ആവും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാ. നല്ല രസമല്ലേ? എനിക്ക് അങ്ങനെ കളറൊന്നും ഇഷ്ടമില്ല. അത്രയ്ക്ക് കളർ ആക്കണ്ട. ശരി, അനുശ്രീ വിസമ്മതിച്ചുകൊണ്ട് മാത്രം നമുക്ക് അവശേഷിക്കുന്ന 2 പേരിലേക്ക് പോകേണ്ടതുണ്ട്. പ്രിയങ്ക ആൻഡ് ഹരിത. ഇവിടെ റെഡി ആയിട്ട് ഹർഷയുണ്ട്. ഹർഷ, നമുക്ക് ആർക്കാണ് പണിഷ്മെന്റ് ആദ്യം കൊടുക്കേണ്ടത്? ഹരിത. ഹരിതയോടാണ് നോട്ടം. ഹരിതയ്ക്ക് പണിഷ്മെന്റ്. കല്ലു, ഹരിതാപം മഞ്ഞച്ചു പോയി. പ്രിയങ്ക ചേച്ചിക്കാണ് വരുന്നത്. അത് നൽകാനായിട്ട് വരുന്നത് ബേക്കറി. പുകച്ച് പുറത്തി അടിക്കാം. പണി വരുന്നു പ്രിയങ്ക. എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, അടിപൊളിയായിരുന്നു. ഫ്ലാഗിന്റെ കളർ പച്ചയാണ് താഴെ എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പ്രിയങ്ക ചേച്ചി, ഓ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ഇതുകൊണ്ടൊന്നും ഒരു പീരങ്കിയുടെ വീടിന്ന് 2 പുക വന്നെന്ന് വെച്ചൊന്നും പുറകിലേക്ക് പോകുന്ന ആളല്ല പ്രിയങ്ക.
ഇതല്ല അതിന്റെ അപ്പുറത്തെ പീരങ്കി ഓടുന്ന വെച്ചാലും ഇവിടെ യാതൊരു വിഷയമില്ല. ഞാൻ നിൽക്കും. പിന്നല്ല തോൽവി ജയത്തിന്റെ മുന്നോടിയാണ്. അറിയില്ലേ? ഇതേ കുറെ നാളായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. അനുശ്രീ ഇങ്ങനെ ഇരുന്ന് പുക കൊള്ളുമ്പോഴും ആ കോൺഫിഡൻസ് അതാണ് ഒരു പീരങ്കിക്കൊന്നും പ്രേമിച്ച് തോപ്പിക്കാനാവില്ല. എനിക്ക് ഇപ്പൊ ഉറൂസി ചേച്ചി യോധയിലെ ഡയലോഗാണ് ഓർമ്മ വന്നത്. ചുമ്മാതങ്ങ് പോയി തോറ്റാ പോരെ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവ ബഹുലമായ എപ്പിസോഡായിരുന്നു വിത്ത് അനുശ്രീ. അതെ, സംഭവം യൂഗോ എന്നാണല്ലോ. ഇതിപ്പോ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അനുശ്രീയുടെ സത്യത്തിൽ നമ്മൾ പറയേണ്ടതാണ് യൂഗോ പരിപാടി കഴിഞ്ഞു എന്നുള്ളത്. പോകാൻ തോന്നുന്നുണ്ടോ? പിന്നെ പോണം. വീട്ടിൽ അതെ, നമ്മളൊരു ഓഫർ കൂടെ തരാം. ഒരു ദിവസം കൂടെ നിന്നിട്ട് പോയ പോരെ. അതെയോ? അതുകൊണ്ട് അച്ഛനില്ല മോളെ. അതെ അയ്യോ അനുശ്രീ പോകല്ലേ. അയ്യോ അനുശ്രീ നമ്മളുണ്ടല്ലോ ശരിക്കും അനുശ്രീക്ക് പോകണമെന്നുള്ള ആഗ്രഹമില്ല. പിന്നെ പറഞ്ഞു വിടുമ്പോ ഞാൻ എങ്ങനെ പോവാതിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ് അനുശ്രീ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ശ്രീനിവാസനെ മക്കൾ വിളിക്കുന്ന പോലെ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് അയ്യോ അനുശ്രീ പോലെ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അനുശ്രീ നാളെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അച്ഛൻ പറഞ്ഞോ? 3, 2, 1 സ്റ്റാർട്ട്. അയ്യോ അനുശ്രീ പോവല്ലേ, അയ്യോ അനുശ്രീ പോവല്ലേ. മനസ്സ് നിറഞ്ഞില്ലേ? പോവില്ല. അനുശ്രീ ഇപ്പൊ പോകാൻ തോന്നുന്നുണ്ടോ? ഇല്ല, പോകാൻ തോന്നുന്നുണ്ട്. എന്തായാലും അനുശ്രീ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇന്ന് മാത്രമല്ല നാളെയും അനുശ്രീ ഉണ്ടാകും. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ നിന്നും. അതെ, ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. നാളെ പൊളിക്കും ബ്രോ.